ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നുള്ള് കടുക് മതി. ഇത് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ സർവ ശത്രുദോഷങ്ങളും മാറും, സർവ ശത്രുക്കളും സ്തംഭിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറി നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും. അത് ഇപ്പോൾ ഏത് തരത്തിലുള്ള ഈ ഈ നെഗറ്റീവ് എനർജികളാണേലും എല്ലാം സ്തംഭിക്കും. നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും സ്തംഭിച്ച് നിങ്ങൾക്ക് അനുകൂലമാകും. അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ഒരു നുള്ള് കടുക് മതി. ഇത് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കൃത്യമായിട്ട് ഫലം കിട്ടുന്ന ഒരു നല്ല കാര്യമാണ്. നമുക്കെതിരെ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ചെയ്യുന്നതിലെല്ലാം തടസ്സം, പ്രശ്നങ്ങൾ, അത് പല സൂക്ഷ്മശക്തികളുടെയും കാരണം കാണും. ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിലുള്ള സൂക്ഷ്മശക്തികൾ കാണും, അല്ലെ പലതരത്തിലുള്ള അങ്ങനെയുള്ള ഒരു സൂക്ഷ്മശക്തികളുടെ ഒരു നമ്മുടെ പല കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നമുക്ക് പക്ഷേ ഒന്നും ഏത് തരത്തിലുള്ള ദൃശ്യവും അദൃശ്യവുമായ ഏതൊരു ശത്രുദോഷങ്ങളെയും സ്തംഭിപ്പിച്ച് നമുക്ക് അനുകൂലമാക്കും. നമുക്ക് എല്ലാ തടസ്സങ്ങളെ മാറ്റിത്തരുന്ന ഏറ്റവും രഹസ്യമായ ഒരു നല്ല കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹമായ തൊഴിൽ, ഉയർച്ച, ധനം, സമ്പത്ത് എല്ലാം ലഭിക്കുവാനും ഉപകരിക്കുന്ന നല്ല കാര്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ അതിനുശേഷം അഘോര മന്ത്രം കൊണ്ടുള്ള ഒരു വിദ്യ പറയുന്നുണ്ട്. അത് ഭൂമി ദോഷത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഒരു ഭസ്മം കൊണ്ടുള്ള അതുകൂടെ കാണാൻ ശ്രമിക്കണം. അത് അവസാനമായിരിക്കും പറയുന്നത്. നമ്മൾ ഏത് ഭൂമിയിൽ താമസിച്ചാൽ ആ ഭൂമിദോഷം മാറാനും ധനപുഷ്ടി ഉണ്ടാകാനും ദൃഷ്ടിദോഷങ്ങൾ മാറുവാനും ഈ അഘോര മന്ത്രം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവസാനമായിരിക്കും. ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. എല്ലാം നല്ല കാര്യങ്ങളാണ്, എല്ലാം ശിവവിദ്യകളാണ്. എല്ലാം കാണാൻ ശ്രമിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമ ശിവായ. ഇനിയും നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വാട്സപ്പിൽ വളരെ കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന പോലെ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളെ പറയത്തുള്ളൂ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക, അത്രയേ ഉള്ളൂ. അതും ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ സ്വയം ചെല്ലാവുന്ന നല്ല മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് അത്ര നല്ല കാര്യങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇനി അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ചെയ്യണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് പറ്റുന്ന റിപ്ലൈ തരും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാൻ, ചെയ്യാതിരിക്കുക. നേരിട്ട് വന്നാൽ കാണാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് പറയുന്നത് ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇപ്പം സാഹചര്യം മനസ്സിലാക്കുക, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇനി ഷെയർ ചെയ്തില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാനല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഗുണം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി, അല്ലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. അതെന്തിനാണെന്നറിയാം എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് ആ വീഡിയോയോട് പുലർത്തുന്ന ഒരു നീതിയാണ്. ആ വീഡിയോ ചെയ്യുമ്പോൾ അത് പറയണം. അതാണ് ആ വീഡിയോയോട് പുലർത്തുന്ന ഒരു നീതി. ആ നിലയിൽ ഞാൻ പറയുന്നതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമ ശിവായ. അപ്പോൾ ഞാനതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. മുഴുവൻ കാണുക, ശരിയായിട്ട് മനസ്സിലാക്കുക. എല്ലാം നല്ല കാര്യങ്ങളാണ്, ശിവകരങ്ങളായ കാര്യങ്ങളാണ്, ശിവൻ്റെ വിദ്യകളാണ് എല്ലാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അകവും പുറവും ഭഗവാൻ മാത്രമേ ഉള്ളൂ. ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ വിഷ്ണുവിനെ വിളിക്കുന്നവരും വിഷ്ണുവിനെ വിളിക്കണം. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. ഒന്നിനെ വേറിട്ട് കാണരുത്. ഞാൻ ശിവനെ എങ്ങനെ വിളിക്കുന്നു അതേ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഭക്തിയോടെയാണ് കൃഷ്ണനെ വിളിക്കുന്നത്. ഭേദഭാവം പാടില്ല കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ഞാൻ ശിവനെ വിളിക്കുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഓം നമ ശിവായ. ഇനി വീഡിയോയിലേക്ക് വരാം. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുമ്പ്, എന്നുവെച്ചാൽ 6:30 മുമ്പ് ചെയ്യണം.
6:30 മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 5:30 5:45 കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഒരു അല്പം ഇരുട്ടുള്ള സമയമാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ എഴുന്നേറ്റ്, ഒരു നല്ല കാര്യമാണ് കേട്ടോ, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ വലത് കൈയിൽ ഒരു നുള്ളു വെള്ളം ഒന്ന് ഇറ്റിച്ച് 2 കൈയും കൂട്ടി തിരുമുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യം, ഒരു തട്ടം എടുക്കുക. ഒരു തട്ടം, ആ തട്ടം കഴിവതും പുതിയൊരു പ്ലേറ്റ് അല്ലെങ്കിൽ തട്ടം വാങ്ങണം, ഉപയോഗിച്ചതാകരുത്. അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ കുറച്ച് കർപ്പൂരം മേടിച്ച് വെക്കണം. കുറച്ച് കർപ്പൂരം മേടിച്ച് വെക്കണം. ആ കർപ്പൂരം അതിൻ്റെ അകത്ത് ഇട്ട് കർപ്പൂരം ഒന്ന് കത്തിക്കണം. കത്തിച്ചിട്ട് ആ കർപ്പൂരത്തിലേക്ക് കടുകെടുക്കണം. കടുക കേട്ടോ, എള്ളൊന്നുമല്ല, കടുക. വ്യക്തമായിട്ട് പറയും, ഞാൻ അറിയാം, ചിലപ്പോൾ എള്ളെന്ന് പറഞ്ഞാലും അത് ഞാൻ അറിയാൻ തെറ്റിപ്പോകുന്നതാണ്. പറയാതിരിക്കാൻ ശ്രദ്ധിക്കാൻ. കടുകാണ്. കാരണം എള്ളും കടുകും ചിലപ്പോൾ പറയാൻ മാറിപ്പോകാറുണ്ട്. കടുക് കേട്ടോ, കടുകാണ്. അത് വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ കടുകെടുക്കുക, അല്പം ഒരു നുള്ളു കടുകെടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം ചെയ്താൽ ഫലം ഉണ്ടാവും. നിങ്ങൾ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റു, അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റു. നിങ്ങളുടെ വലത് കൈയിലോട്ട് ഒരു നുള്ളു വെള്ളം എത്തിച്ചു, കൈ കണ്ടുകൊണ്ട് കൂട്ടി തിരുമി പരമശിവനെയും പാർവതീദേവിയെയും ഗുരുവായി സങ്കല്പിച്ച്, ഞാൻ ചെയ്യുന്ന ഈ വിദ്യ എനിക്ക് വശപ്പെടണേ എന്ന് പ്രാർത്ഥിച്ച് ശേഷം, ഇതെനിക്ക് ചെയ്യുന്ന വിദ്യ, ഞാൻ ചെയ്യുന്ന ഈ പ്രാർത്ഥന എനിക്ക് അത് വശപ്പെട്ട് എനിക്കത് അനുഗ്രഹമായിട്ട് വരണേ, അതിൻ്റെ ഫലം, നല്ല ഫലം എനിക്ക് കിട്ടണേ, അതെനിക്ക് ഐശ്വര്യമായിട്ട് വരണേ എന്ന് ശിവപാർവതിമാരെ ഗുരുവായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം നിങ്ങളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ, 5 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെ 10 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇവിടെ ആജ്ഞാചക്രത്തിൽ നെറ്റിയിൽ സങ്കല്പിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ണടച്ച് ഇരിക്കുക. ഇവിടെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് നെറ്റിയിൽ ഒന്നും ചിന്തിക്കാതെ നെറ്റിയിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരു ചെറിയ പ്രകാശമോ വെള്ളപ്രകാശമോ എന്നാണെങ്കിലും ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കുക. അത്രയാണെങ്കിലും മതി. എന്നിട്ട് ഇത് ചെയ്യണം, അത് ബലം ഉണ്ടാകും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ആ ഒരു മനസ്സടക്കം, ആ ഏകാഗ്രത വന്നു കഴിയുമ്പോഴാണ് ആ പ്രാർത്ഥന ഫലം കാണുന്നത്. ഇതിൻ്റെ അകത്ത് വെപ്രാളപ്പെട്ടൊന്നും ചെയ്യരുത്, നല്ല കാര്യമാണ്. അപ്പം ഇത് ഒരു തട്ടം എടുക്കുക. ആ തട്ടത്തിൽ നിങ്ങൾ അല്പം കർപ്പൂരം വെച്ച്, അല്പം മതി, കർപ്പൂരം കുറച്ച് മേടിച്ചോണം. കത്തിച്ച ശേഷം നിങ്ങളിത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു നുള്ള് കടുകെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് കണ്ണടച്ചു, നിങ്ങളുടെ ഇവിടെ ഒരു നെറ്റിലൊരു ചെറിയ പ്രകാശം ധ്യാനിച്ച്, ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഫലമായിട്ട് വരണേ, എനിക്ക് വശപ്പെടണേ, എനിക്ക് എൻ്റെ എല്ലാ സർവ്വ ശത്രുക്കളും സ്തംഭിക്കണേ, എൻ്റെ തടസ്സങ്ങളെല്ലാം മാറണേ, എല്ലാത്തിലും എനിക്ക് വിജയിക്കാൻ സാധിക്കണേ എന്ന് ഇവിടുത്തെ പ്രകാശത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് സങ്കല്പിച്ചാണ് നിങ്ങൾ കടുക് കയ്യിൽ പിടിച്ച് സർവശത്രു സ്തംഭയ എന്ന് പറഞ്ഞ് ആ ഒരു നുള്ളു കടുക് ആ കർപ്പൂരം കത്തിച്ചതിനകത്തോട്ട് ഇടുക. എന്നിട്ട് മതി, ഒരു നുള്ളു പറഞ്ഞാൽ അല്പം മതി കേട്ടോ. ഇത് കൂടുതൽ എണ്ണ എടുക്കുന്നതിലൊന്നും അല്ല കാര്യം, അല്പം മതി. ആ ചെയ്യുന്ന വിദ്യയിൽ നിങ്ങളുടെ മനസ്സുമായിട്ട്, നിങ്ങളുടെ ബോധവുമായിട്ട്, നിങ്ങളുടെ ചിന്തയുമായിട്ട് അതെങ്ങനെ കണക്റ്റ് ആകുന്നു അതനുസരിച്ചാണ് ബലം വരുന്നത്. അപ്പോൾ അത് ആ കത്തുന്ന കർപ്പൂരത്തിൽ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് അല്പം കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തോണം. കർപ്പൂരം കുറച്ച് മേടിച്ചോണം. ഈ കർപ്പൂരം കത്തുമ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ നാളത്തെ നോക്കി സർവശത്രു സ്തംഭയ എന്ന് നിങ്ങൾ ഏകാഗ്രമായിട്ട് ആ കർപ്പൂര നാളത്തെ നോക്കി പ്രാർത്ഥിക്കണം. വാഗൊണ്ട് തന്നെ ഉച്ചരിക്കണം. സർവശത്രു സ്തംഭയ. അപ്പോൾ ആ കർപ്പൂര നാളത്തെ നോക്കി വേണം അത് ജപിക്കാൻ. അങ്ങനെ ആ കർപ്പൂരം ഒരു 1/2 മിനിറ്റോ നിങ്ങൾ തീരുന്നതനുസരിച്ച് കർപ്പൂരം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 മിനിറ്റ്, 1 മിനിറ്റ് പോലും വേണ്ട, 1/2 മിനിറ്റെങ്കിലും കത്തിക്കോട്ടെ, അല്ലെങ്കിൽ 1 മിനിറ്റ് കത്തിക്കോട്ടെ. അത്രയും നേരം ഈ കത്തുന്ന കർപ്പൂര നാളത്തെ നോക്കി നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം. അവിടെ ആ കാര്യം കിടക്കുന്നത് മനസ്സിലായല്ലോ. സർവശത്രു സ്തംഭയ എന്ന് നിങ്ങൾ ഏകാഗ്രമായിട്ട് നോക്കി വേണം ജപിക്കാൻ. കൃത്യം അത് ജപിക്കുക. ജപിച്ചു കഴിഞ്ഞ് ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വെള്ളമൊഴിച്ച് കഴുകി കളയാം. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കാലും കൈയും മുഖമൊന്നും
കഴുകുക. ഇത് കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യേണ്ടത്, അത് കത്തി തീർന്നു കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യേണ്ടത് കാലും കൈ മുഖം ഒന്ന് കഴുകുക. എന്നിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്, ഇതെല്ലാം കഴുകിക്കളയുക, കുളിക്കണമെന്നില്ല കേട്ടോ. ഈ രീതിയിൽ ചെയ്യുക. ഇത് ഏറ്റവും ഫലമുണ്ടാകുന്നത് ഏത് ദിവസവും ചെയ്യുക, ഒരു കുഴപ്പമില്ല, ഏത് ദിവസവും ചെയ്യാം. ശനിയാഴ്ചകൾ ചെയ്യുവാണെങ്കിൽ അല്പം കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യമാണ്, നിങ്ങൾ കുറേ തടസ്സമുണ്ട്, ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, അതിനകത്ത് കുഴപ്പമില്ല. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഏകാഗ്രത, വിശ്വാസം ഒക്കെ അവിടെ ഉണ്ടാകണം. ശിവപാർവതിമാരെ ഗുരുവായിട്ട് സങ്കല്പിച്ച് വേണം ചെയ്യാൻ. ആ ഭഗവാനോടും അമ്മയോടുള്ള വിശ്വാസം പൂർണ്ണമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉണ്ടായി വരും. ഇത് എല്ലാ ദിവസവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി ശനിയാഴ്ച ചെയ്യുവാണെങ്കിൽ കൂടുതൽ, അല്പം കൂടെ കൂടുതൽ നല്ലതാണ്. ഇനിയും ആഴ്ചയിൽ ഒന്ന് വീതം വേണേൽ ആവർത്തിക്കാം. രാവിലെ മാത്രമേ ചെയ്യാവുള്ളൂ, സൂര്യോദയത്തിന് മുമ്പ്. പറഞ്ഞാൽ മനസ്സിലായി. ഒരു നുള്ളു കടുക് മതി. ഈ കടുകിന് ഒരുപാട് ശക്തിയുണ്ട്, കടുക് കൊണ്ടുള്ള വിദ്യകൾ. അപ്പോൾ അത് ആ കടുക് ഇടുമ്പോൾ ചിലപ്പം കടുക് പൊട്ടും, അതുപോലെ നിങ്ങളുടെ ദോഷങ്ങളും ഇല്ലാതാവുകയാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പം പൊട്ടണമെന്നില്ല, ചിലപ്പോൾ ശബ്ദം കേൾക്കണമെന്നില്ല. എങ്ങനെയാണേലും അത് ആ കത്തി തീരുന്നതനുസരിച്ച് നിങ്ങളുടെ ആ തടസ്സങ്ങളെല്ലാം മാറുന്നതായിട്ട് സങ്കല്പിച്ചുറപ്പിച്ച് നിങ്ങൾ സർവശത്രു സ്തംഭയാന്ന് ആ കർപ്പൂരം കത്തുന്ന കർപ്പൂരനാളത്തെ നോക്കി ജപിക്കണം. ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്ത, മനസ്സ് ഇതൊന്നും വേറൊന്നിലേക്കും പോകരുത്. ഒരു 5 മണിക്കോ അല്ലെങ്കിൽ 4:30 തൊട്ട് ചെയ്യാം. 4:30-ക്കോ 5 മണിക്കോ 5:30-ക്കോ ചെയ്യാം. ഒരു 5 ഒരു വെട്ടം വീഴുന്നതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളുപ്പിന് എഴുന്നേറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മനസ്സും ശ്രദ്ധയും അവിടെ കിട്ടും. നല്ലൊരു പ്രാർത്ഥനയല്ല, വേറെ അതിൻ്റെ അതൊന്നുമില്ല. ശിവനെ പാർവതിയെ ഗുരുവായിട്ട് സങ്കല്പിച്ച് നമ്മൾക്കെതിരെ വരുന്ന തടസ്സങ്ങൾ, നമുക്ക് ജീവിക്കണം, അപ്പം നമുക്കെതിരെ വരുന്ന ഏത് തടസ്സങ്ങളെയും മാറ്റിത്തരുന്ന ഒരു നല്ല കാര്യമാണ്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ നമ്മളതിന് നമ്മുടെ ഉള്ളിലെ ആ ആജ്ഞാചക്രവും അഗ്നിയുമായിട്ട് കണക്റ്റായി നമ്മുടെ ഉള്ളിലെ തന്നെ സൂക്ഷ്മശക്തിയെ ഉണർത്തി നമുക്കെതിരെ വരുന്ന ഏതുതരം ദോഷങ്ങളാണ്, ശാപദോഷമാണേലും ശത്രുദോഷമാണേലും ദൃഷ്ടിദോഷമാണേലും ഇങ്ങനെയുള്ള ദോഷങ്ങളെയൊക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിലെ ഒരു മുന്നോട്ടുള്ള യാത്ര ഏറ്റവും സുഗമമാക്കുന്ന ഒരു വിദ്യയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഭസ്മം കൊണ്ടുള്ള ഒരു വിദ്യയാണ്. ആദ്യം അഘോര മന്ത്രം ഒന്ന് ജപിക്കാം. ഈ അഘോര മന്ത്രം നിങ്ങൾ എവിടെ നോക്കിയാലും, ഇപ്പം ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും നെറ്റിൽ അടിച്ചു നോക്കിയാലും ഒക്കെ കിട്ടും. ഞാൻ തന്നെ ഒരുപാട് അഘോര മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് എഴുതിയിടേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. സമയമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം കേട്ടോ. ഏതായാലും അതുകൂടെ നോക്കി ജപിച്ചോളുക. നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അഘോര മന്ത്രത്തെക്കുറിച്ച് ഒരുപാട് വിദ്യകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ആദ്യം ഒന്ന് ജപിക്കാം. ഓം ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനു രൂപ ചടച്ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഘാതയ ഘാതയ ഹും ഫട്ട് സ്വാഹ. ഇതാണ് അഘോരമന്ത്രം. ഈ അഘോരമന്ത്രത്തിന് തന്നെ വേറെ വകഭേദങ്ങളുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി ജപിക്കുന്നത്. കാരണം ഈ അഘോരമന്ത്രത്തിന് വേറെയും വകഭേദങ്ങളുണ്ട്. ഇപ്പം ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനു രൂപ സർവദുഷ്ട സംഹാരകായ ഹും ഫട്ട് സ്വാഹ, ഇത് വേറൊരു മന്ത്രമാണ്. അഘോരമന്ത്രവുമായിട്ട് ഒരു വകഭേദമാണ്. പക്ഷേ ഇതും ഈ പറഞ്ഞ അഘോരമന്ത്രമായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതൊരു ശ്രദ്ധിച്ച് നോക്കി ജപിക്കുന്നത്. അതിലൊന്നുകൂടെ ഞാൻ ജപിക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഞാൻ ഈ ജപിക്കുന്ന മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനു രൂപ ചടച്ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഘാതയ ഘാതയ ഹും ഫട്ട് സ്വാഹ. അല്ല, ഉറച്ച് ജപിക്കണം. ചട പ്രജട പ്രജട എന്നൊക്കെ പറയുമ്പം നമ്മുടെ നല്ല പവർഫുള്ളായിട്ട് ജപിക്കണം. കാരണം അതിന് കാര്യമുണ്ട്, അതുകൊണ്ടാവാം. അപ്പോൾ അത് അങ്ങനെ ജപിക്കണം. നിങ്ങൾ ഒരു നുള്ളി ആദ്യം നിങ്ങളുടെ കയ്യിൽ അല്പം വെള്ളം ഒന്ന്
തൊടിയിച്ച് ഒന്ന് കൂട്ടി തിരുമിയിട്ട് ഇതുപോലെ തന്നെ ശിവപാർവതിമാരെ സ്മരിച്ചിട്ട് ഇതെല്ലാം ശിവവിദ്യകൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടല്ലോ, ഇതൊക്കെ ഭഗവാന്റെ അമ്മയുടെ വേണം, അതൊക്കെ പൂർണ്ണമാകത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഫലം കിട്ടണ്ടേ, അതിനുവേണ്ടിയാണ് പറഞ്ഞായിരുന്നു. ശിവപാർവതിമാരെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് ഒരു നുള്ളു ഭസ്മം എടുത്ത്, ഒരു നുള്ളു ഭസ്മം വലത് കൈയിലെടുത്ത്, ഭസ്മം തന്നെ ഇങ്ങനെ പിടിക്കണം, കണ്ടല്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ പിടിക്കണം, ഈ ആജ്ഞാചക്രത്തിൽ തൊടണ്ട, അതിന് തൊട്ട് മുന്നിൽ പിടിക്കണം. എന്നിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. അങ്ങനെ ജപിക്കണം. ആജ്ഞാചക്രത്തിൽ തൊടണ്ട, അതിൻ്റെ തൊട്ട് മുന്നേ പിടിച്ചാൽ മതി. അങ്ങനെ പിടിച്ച് ഈ മന്ത്രം ഒരു 3 തവണ ജപിക്കുക. രാവിലെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് നിങ്ങൾ കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം. സൂര്യോദയത്തിന് മുമ്പേ പിമ്പൊന്നും ഇതിനില്ല. നിങ്ങൾ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം, എപ്പം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 3 തവണ ജപിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പിടിക്കണം. ഈ നെറ്റിയിൽ തൊടണ്ട, നെറ്റിയിൽ തൊടാതെ അല്പം നെറ്റിയുടെ അടുത്ത് പിടിച്ചാൽ മതി. നേരെ ഒരു നുള്ളു ഭസ്മം എടുത്ത് നെറ്റിയുടെ അടുത്ത് നേരെ നെറ്റിയുടെ മധ്യത്തിലായിട്ട് ഇങ്ങനെ കൈ വരത്തക്ക രീതിയിൽ പിടിക്കുക ഭസ്മം, കണ്ടല്ലോ. ഇങ്ങനെ പിടിച്ച് വേണം ജപിക്കാൻ. 3 തവണ ജപിക്കുക. ജപിച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നുകൊണ്ട് ജപിക്കുക, അല്ല കണ്ണടച്ചുകൊണ്ട് ജപിക്കുക, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ഒരു ഡപ്പി എടുത്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ ജപിച്ച ഭസ്മം ഇടുക, ഒരു നുള്ള ഭസ്മം ഇടുക. ഇത് 21 ദിവസം അടുപ്പിച്ച് ചെയ്യണം. രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെ കയ്യിൽ അല്പം വെള്ളം തൊടിയിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശിവപാർവതിമാരെ ഗുരുവായി സങ്കല്പിച്ച് ഇങ്ങനെ 3 തവണ ജപിച്ച് ശേഷം ഡപ്പിക്കകത്ത് ഭസ്മം ഇടുക. 21 ദിവസം അടുപ്പിച്ചിടുക. ഇനി സ്ത്രീകളാണെങ്കിൽ 3, 5, 7, 9 ഇതിലേതെങ്കിലും ഒരു കണക്കിൽ ചെയ്താൽ മതി. അവർക്ക് ശുദ്ധി അശുദ്ധിയുടെ ഒക്കെ വിഷയം ഉള്ളതുകൊണ്ട്. പുരുഷന്മാരാണെങ്കിൽ അടുപ്പിച്ച് 21 ദിവസം ചെയ്യുക. സംശയം മാറിയല്ലോ, ഇനി ഇതൊരു സംശയമായിട്ട് വരരുത്. അപ്പം ഇങ്ങനെ ഡപ്പിക്കകത്ത് ഇട്ട് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ ഭസ്മം എടുത്ത് ഇതുപോലെ തന്നെ ജപിച്ച് തുറണം. പിന്നെ നിങ്ങളിങ്ങനെ ഒരു 3 മാസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങളിങ്ങനെ ഈ ഡപ്പിക്കകത്ത് ഇട്ട ഭസ്മം വിളക്ക് കത്തിക്കുന്നിടത്ത് സൂക്ഷിക്കുക. പറഞ്ഞ മനസ്സിലായി, വീട്ടിൽ സൂക്ഷിക്കുക. ആ വീട്ടിലെ ഭൂമിദോഷങ്ങളെ, സർവ്വദോഷങ്ങളെ, ഗ്രഹപ്പിഴകളെല്ലാം മാറിക്കിട്ടും. ഇതൊരു 3 മാസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഭസ്മം തീരുന്ന അനുസരിച്ച് നിങ്ങൾ പിന്നെ ഒരു 3 ദിവസം അടുപ്പിച്ച് അല്പം കുറച്ച് ഭസ്മം കൂട്ടിയെടുത്ത് ജപിച്ച് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ 21 ദിവസം തുടർച്ചയായിട്ട് ജപിച്ച ഭസ്മം അതിൻ്റെ അകത്ത് ഇടണമെന്നില്ല. അപ്പോൾ ആദ്യം ഒരു 21 ദിവസം ജപിച്ച് ആ ഭസ്മം വേണം ഡപ്പിക്കകത്ത് ഇടാൻ. ഡപ്പിക്കകത്ത് ഇട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഭസ്മവും കൂടി ഇടാം. എന്നിട്ട് കൂട്ടി കലർത്തിയാൽ മതി, ഇളക്കിയാൽ മതി. എന്നിട്ട് നിങ്ങളിങ്ങനെ ഈ ഭസ്മം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസവും രാവിലെ ഈ ഡപ്പിക്കകത്ത് ഭസ്മം എടുത്ത് തൊട്ടാൽ മതി. തീർന്ന അനുസരിച്ച് ഡപ്പിക്കകത്ത് ഭസ്മം ഇട്ടാൽ മതി. പിന്നെ 21 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ജപിച്ചിട്ട് ഭസ്മം ഇടേണ്ട കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം 21 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ഭസ്മം ജപിച്ചിട്ട് നിങ്ങൾ ഈ ഡപ്പിക്കകത്ത് ഇടുക. അപ്പം നിങ്ങൾ തൊടണ്ട. അങ്ങനെ 21 ദിവസം ഈ ഡപ്പിക്കകത്ത് ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് ഭസ്മം കൂടി ഇട്ട് നിങ്ങൾ കലർത്തുക. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഓരോ ദിവസവും കുളി കഴിഞ്ഞ് ഡപ്പിക്കകത്തുനിന്ന് അല്പം ഭസ്മം എടുത്ത് ഇങ്ങനെ പിടിച്ച് ജപിച്ചിട്ട് തൊടുക. അല്പനേരം ജപിച്ചിട്ട് 3 തവണ ജപിച്ചിട്ട് തൊട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് വേണേൽ കുറച്ച് നേരം കഴിഞ്ഞ് തൂത്ത് കളയോ അല്ല നിങ്ങൾക്ക് തൊട്ടുകൊണ്ട് നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം സ്ത്രീകളാണ് 3, 5, 7 ദിവസം അതിലേതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഭസ്മം ജപിച്ച് ഡപ്പിക്കകത്ത് ഇട്ടാൽ മതി. 21 ദിവസം വേണ്ട, കേട്ടല്ലോ. അപ്പം ഇതൊരു 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭസ്മം ഡപ്പിക്കകത്ത് തീരുന്നതനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുളി കഴിഞ്ഞ ഉടനെ അതിൽ നിന്ന് അല്പം ഭസ്മം എടുത്ത് ഇങ്ങനെ ജപിക്കുക. നിങ്ങൾ വലതു കൈയിൽ ഒരു നുള്ളം എടുത്ത് ഇങ്ങനെ നെറ്റി തൊടാതെ തന്നെ നെറ്റിയുടെ മുന്നിൽ വെച്ച് ജപിക്കുക. അത് കഴിഞ്ഞാൽ ഭസ്മം തൊടുക. പറഞ്ഞ മനസ്സിലായല്ലോ. പിന്നെ ആ തൊടുന്നതിന് മുമ്പ് നിങ്ങൾ ആ ശിവഭഗവാനെ പാർവതീദേവിയെ സങ്കല്പിച്ച് തൊടുക. പിന്നെ നിങ്ങൾ ആ ഡപ്പിക്കകത്തുനിന്ന് ഒരു നുള്ളം ഭസ്മം ഇതുപോലെ ജപിച്ച് അത് ഒരു നുള്ളം ആ ഡപ്പിക്കകത്തോട് ഇടുക. അപ്പോൾ അത് വീട്ടിലും വയ്ക്കാം, ഇത് ബിസിനസ് സ്ഥാപനത്തിലും വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലോ വീട്ടിലോ ഒക്കെ വെച്ചാൽ ഭഗവാന്റെ ഇത് നിങ്ങൾക്ക് ബിസിനസ് സ്ഥാപനത്തിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും ഡപ്പിക്കകത്ത് ഭസ്മം വെക്കാം. പിന്നെ നിങ്ങൾ ഈ രാവിലെ 21 ദിവസം കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ ആ ഡപ്പിക്കകത്തുനിന്ന് ഭസ്മം എടുത്താൽ മതി. ഒരു നുള്ളു ഭസ്മം എടുത്ത് ജപിച്ചിട്ട് തൊടാം. വീണ്ടും ഒരു നുള്ളു ഭസ്മം എടുത്തിട്ട് ജപിച്ചിട്ട് ആ ഡപ്പിക്കകത്ത് തന്നെ ഇടാം. എന്നിട്ട് അങ്ങനെ ആ ഡപ്പിക്കകത്ത് ഭസ്മം സൂക്ഷിച്ചാൽ മതി. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പം
ഞാൻ പരമാവധി അത് സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ഇപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഡപ്പി മതി. ഒരു പ്ലാസ്റ്റിക് ഡപ്പി ആണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. അത് വയ്ക്കാം. നിങ്ങളത് ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്താൽ നിങ്ങളുടെ വീടിനൊരു സംരക്ഷണം, അല്ലെ നിങ്ങളുടെ ഭൂമിദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, സർവ്വദോഷങ്ങളെ മാറ്റാൻ ഈ അഘോര മന്ത്രത്തോളം ശക്തി, അപാര ശക്തിയാണ് ഭഗവാന്റെ അഘോര മന്ത്രത്തിൻ്റെ. ഞാൻ ഭഗവാന്റെ അഘോര മുഖവുമായി ബന്ധപ്പെട്ടുള്ള അഗസ്ത്യർ താളിയോല മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓം ശിം ശിവായ നമ, ശിം നമ ശിവായ, ഇതെല്ലാം ഭഗവാന്റെ അഘോര മുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മന്ത്രങ്ങളാണ്. വളരെ പവർഫുള്ളാണ്. അപ്പോൾ അത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ അഘോര മന്ത്രം ഇത് രാവിലെ മാത്രം ചെയ്യുക. ഇത് വളരെ ഭഗവാനോടുള്ള, ഇനി നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോകണം. ഭഗവാന് ഒരു പാൽപ്പായസവും ഒരു വെള്ള നിവേദ്യവും കൂടെ സമർപ്പിക്കണം. പറ്റുന്ന പോലെ ചെയ്യുക. ശനിയാഴ്ചകളിൽ ചെയ്യുക. ഭഗവാന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകും. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ സമർപ്പിച്ചാൽ നല്ലതാണ്. ഇനി എല്ലാ ശനിയാഴ്ചയും പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരു ശനിയാഴ്ച ചെയ്യുക. സാധിക്കുന്ന ശനിയാഴ്ചകൾ, അല്ലെങ്കിൽ മാസത്തിൽ 2 ശനിയാഴ്ച ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഭഗവാനൊരു പാൽപ്പായസം ഭഗവാന് കൊടുക്കുന്നതിനകത്ത് ചില കാര്യമുണ്ട് കേട്ടോ. അത് വളരെ ഫലം കിട്ടും. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നിങ്ങൾ മുൻജന്മ കർമ്മദോഷവും മാറും. അപ്പം പാൽപ്പായസം, വെള്ള നിവേദ്യം ധനമുണ്ടാകാൻ വേണ്ടിയാണ്. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ശനിയാഴ്ച രാവിലെ ഭഗവാന് കൊടുക്കുക. മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ചയോ അവസാനത്തെ ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ആണെങ്കിലും മതി. അല്ല, ശനിയാഴ്ചകളിൽ കൊടുക്കാൻ പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമാണെന്നല്ല. ഭഗവാൻ നിങ്ങൾ എത്ര ചെയ്താലും അതിന് 10 ഇരട്ടി തിരിച്ചു വരും. സംശയമൊന്നും വേണ്ട. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ, ഇപ്പോൾ മാസത്തിൽ 1 പറ്റുന്നുള്ളവർ മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ചയോ അവസാനത്തെ ശനിയാഴ്ചയോ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയോ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ശനിയാഴ്ച ചെയ്യുക. ഒരു ശനിയാഴ്ചയെങ്കിലും ചെയ്യണം കേട്ടോ. അത് വലിയ ഗുണമുണ്ടാകും. ഭഗവാന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഫലമുണ്ടാകും. വലിയ കാര്യങ്ങളുടെ പുറകെയൊക്കെ പോയിട്ട് ഒരു കാര്യസാധ്യമില്ലെങ്കിൽ ഭഗവാനെ ഇങ്ങനെ ഒന്ന് വിളിച്ചു നോക്കുക. ഇതിനകത്തൊക്കെ ചില രഹസ്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ആജ്ഞാചക്രത്തിൻ്റെ മുന്നിൽ ഈ ഒരു നുള്ളു ഭസ്മം വെച്ചാണ് ജപിക്കുന്നത്. അപ്പം അത് അങ്ങനെ ജപിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ആജ്ഞാചക്രത്തിൽ അവർ കൂടുതൽ ഒരു ചൈതന്യവത്താകും, ആക്റ്റീവാകും. ഈ തൊട്ട് ജപിക്കണമെന്നൊന്നുമില്ല. അതാണ് അതിനകത്ത് വേറൊരു രഹസ്യം. അപ്പോൾ ഈ ആജ്ഞയിലാണ് എല്ലാം ഇരിക്കുന്നത്. ആജ്ഞ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു വര വരച്ചാലും തന്നെ ഇവിടുന്ന് ഒരു വര വരച്ചാലും 4 കൂടുന്ന ഒരു ജംഗ്ഷനിലാണ്. പക്ഷെ നമ്മൾ നെറ്റിയിൽ സങ്കല്പിച്ചാൽ മതി സാധാരണക്കാർ. ഇതെല്ലാം ഈശ്വരീയമായ കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ഓം നമ ശിവായ എന്ന മന്ത്രം നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് വടക്കോട്ട് നോക്കി ഒരു തവണയെങ്കിലും ജപിക്കണം ദിവസവും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. 1. 2, നിങ്ങളുടെ വീട്ടിൽ കൂവളമുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ചോട്ടിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം ഓം നമ ശിവായ എന്ന് ജപിക്കണം. ഞാനീ പറഞ്ഞു തരുന്നത് പരമമായ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന വിഷയങ്ങളല്ലത്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ സഹസ്രാരത്തിൽ ഇവിടെ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതാ ഭഗവാനെക്കുറിച്ച് അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾ കൂവളം ഉണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഓം നമ ശിവായ എന്ന് രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ട് ഒരു നേരം ജപിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ കൂവളം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കുളി കഴിഞ്ഞാൽ ഉടൻ തല തോർത്തി കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് പുളിമുറ എന്നുകൊണ്ട് ഓം നമ ശിവായ എന്ന് ജപിക്കുക മതി. അതിനപ്പുറത്തൊന്നുമില്ല. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഭഗവാന്റെ പരമമായ അനുഗ്രഹം, പരമമായ കാരുണ്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലൊരർത്ഥമുണ്ടാകും. ഈശ്വരാനുഗ്രഹം ഉള്ളവരെ എപ്പോഴും ഈശ്വരൻ സംരക്ഷിക്കും. അത് ഏതാപത്തിലും സംരക്ഷിക്കും. അതൊരു അപാരമായ മനസ്സിനൊരു ധൈര്യവും അപാരമായ ഇച്ഛാശക്തിയും നമുക്കൊരു പ്രൊട്ടക്ഷനുമായിരിക്കും ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, എപ്പോഴും പറയുന്നതാണ്. കൈലാസത്തിൽ പോകാൻ പറ്റാത്തവർ ഏറ്റുമാനൂർ പോയാൽ മതി. ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കൈലാസത്തിൽ പോകാൻ പറ്റാത്തവർ ഏറ്റുമാനൂർ പോയാൽ മതി. ഭഗവാനെ തൊഴുതാൽ മതി.
അതുപോലെ ഏതൊരു ക്ഷേത്രത്തിലാണേലും നിങ്ങൾ പോയാൽ ഫലം ലഭിക്കും. എല്ലാം നല്ലത് തന്നെയാണ്. ഞാൻ ഏറ്റുമാനൂർ എടുത്ത് പറയാൻ കാര്യം ഭഗവാന്റെ അഘോര ഭാവം അത്ര ശക്തമാണ് അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അഘോരമൂർത്തിയാണ്, അത്ര ശക്തമാണ്. എൻ്റെ ഈ മുറിയിലും ഭഗവാന്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ പൂജാമുറിയിലും ഉണ്ട്. അപ്പം കൈലാസത്തിൽ പോകാൻ പറ്റാത്തൊരു ഏറ്റുമാനൂർ പോയി തൊഴുക. ഭഗവാന്റെ കൈലാസം പോലെ തന്നെയാണ്. നിങ്ങൾ ഈ അഘോരമന്ത്രമൊക്കെ ജപിക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ നിങ്ങൾ പോകും, ഭഗവാൻ നിങ്ങളെ അവിടെ എത്തിക്കും. ഭഗവാൻ വിചാരിക്കണം. പിന്നെ ഏറ്റുമാനൂർ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ അവിടെ ഭഗവാന് സമർപ്പിച്ചേക്കണം. ഭഗവാന് നമുക്ക് എത്ര ഇട്ടാലും മതിയാകത്തില്ല, എത്ര ഭഗവാന് സമർപ്പിച്ചാലും മതിയാകത്തില്ല. അത് അവിടുത്തെ ഒരു രഹസ്യം. പിന്നെ അവിടെ കിടാവിളക്കുണ്ട്. ആ കിടാവിളക്കിൻ്റെ നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞ് ഭഗവാനെ പൂർണ്ണ വിശ്വാസത്തിൽ എണ്ണ ഒഴിച്ചാൽ അത് നടക്കുമെന്നുള്ളതാണ്. അത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ നേരുക, ഞാൻ ഏറ്റുമാനൂർ വന്ന് കിടാവിളക്കിൽ എണ്ണ ഒഴിച്ചേക്കാം, എൻ്റെ ഈ കാര്യം നടത്തി തരണമെന്ന് കുളിച്ചീറനോടെ നേരുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ കാര്യം പറഞ്ഞ് എണ്ണ ഒഴിക്കുക. അങ്ങനെ ചെയ്തവർക്കൊക്കെ ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഈ ഒരുപാട് തടസ്സങ്ങളുള്ളതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അഘോര മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റുമാനൂരപ്പനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആണ് പറഞ്ഞത്. ഭഗവാനെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാൻ മനസ്സിലേക്ക് വരും അഘോര മന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശിവായ നമ യന വശിമാ മവായന ശി ശിയ നമ വശിമയന. ഈ ഓംകാരം ഞാനീ പറയുന്ന രീതിയിൽ സങ്കല്പിച്ച് നിങ്ങൾ ജപിച്ചു നോക്കുക. ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. ഓമെന്ന് തുടങ്ങുമ്പോൾ പതുക്കെ ഓമെന്ന് പതുക്കെ ശബ്ദം ഇങ്ങനെ തുടങ്ങി നല്ല ജപിച്ച് ഓം ആദ്യം ചെറിയ രീതിയിലാണ് ശബ്ദം നമ്മൾ തുടങ്ങുന്നത്. ജപം തുടങ്ങി ജപിച്ച് പിന്നെ അല്പം ഒരു ഉച്ചസ്ഥായി വന്നിട്ട് പിന്നെ അത് താഴ്ന്ന് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വസ്തുവിനും ഒരു തുടക്കമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഉയർച്ചയുടെ, അതിൻ്റെ ആ ഒരു ഉയർച്ചയുടെ പാരമ്യത്തിലെത്തുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് ആ വസ്തുവിൻ്റെ ആ കഴിവുകൾ കുറഞ്ഞ് പ്രപഞ്ചത്തിലേക്ക് ലയിക്കും. അപ്പം നമ്മളാണെങ്കിലും ജനിച്ചു കഴിഞ്ഞു, നമ്മൾ വളർച്ചയുടെ ഒരു പാരമ്യത്തിലെത്തും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൃദ്ധനാകാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഒരു ഓജസ്സും തേജസ്സും എല്ലാം കുറഞ്ഞ്, ചൈതന്യം എല്ലാം കുറഞ്ഞ് വൃദ്ധാവസ്ഥയിലായി നമ്മൾ ആ പ്രപഞ്ചത്തിലേക്ക് തന്നെ ലയിക്കുന്നു. ഏതൊരു വസ്തുവിനും ഈ സംഭവം ഉണ്ട്, ഏതിനും ഉണ്ട്. നിങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കി ഓംകാരം ഒന്ന് ജപിച്ചു നോക്കി. ഞാനൊന്ന് ജസ്റ്റ് ജപിക്കാം. നിങ്ങൾക്ക് ആ സൂക്ഷ്മമായ ഓംകാരത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ സൂക്ഷ്മതയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകും. അപ്പം ആദ്യം ചെറുതായിട്ട് ഉച്ചരിച്ച്, അത് ഏതൊരു വസ്തുവിൻ്റെയും സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇവിടെ സംഹാരം എന്ന് ഞാൻ പറയത്തില്ല, ലയം. ആ പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു തരികയാണ്, ഇല്ലാതാവുക എന്നല്ല, ലയിച്ചു തരികയാണ്. പിന്നെ നമ്മൾ ഊർജം വേറൊരവസ്ഥയിൽ, അത് ഊർജ്ജത്തിനൊരിക്കലും നാശം, വേറൊരവസ്ഥയിൽ അത് അടുത്ത ജനനമായിട്ടോ ഒക്കെ വരും. പക്ഷെ നമ്മൾ ഈ ഒരു വസ്തു എന്തായാലും അത് ആദ്യം സൃഷ്ടിക്കപ്പെട്ടു, പിന്നെ അതിൻ്റെ ഉയർച്ചയുടെ അല്ലെങ്കിൽ വളർച്ചയുടെ പാരമ്യതയിലെത്തി, പിന്നെ അത് പ്രപഞ്ചത്തിലേക്ക് ലയിച്ചില്ലാതാവുകയാണ്. ആ ഒരവസ്ഥയിൽ ഇല്ലാതാവുകയാണ് എന്നുള്ളതാണ്. എനർജി രൂപത്തിൽ കാണും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചൊന്ന് ഓംകാരം ജപിച്ച് നോക്കിയേ. ഏത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു സത്യമായത്. പ്രപഞ്ചത്തിലേക്ക് അങ്ങ് ഇല്ല, ആ അനന്തതയിലേക്ക് വ്യാപിക്കുകയാണ് ആ സൗണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ഓംകാരം ജപിച്ചു നോക്കി, നിങ്ങൾ പരമേശ്വരനെ അറിയും. നിങ്ങൾക്കാരും ഒരു മീഡിയേറ്റർ വേണ്ട. അല്ലേ നിങ്ങളെ നിങ്ങളെ ഞാൻ അങ്ങനെ ആക്കിത്തരാം, ഇങ്ങനെ ആക്കിത്തരാം, നിങ്ങൾ ഇത്ര നാൾ എൻ്റെ അടുത്ത് പഠിക്കുക, എനിക്ക് പിന്നെ ഇത്ര കോഴ്സിന് ഫീ ആകും, ഒന്നും വേണ്ട. പ്രപഞ്ചം സത്യമാണ്, ഈശ്വരൻ സത്യമാണ്, ബ്രഹ്മം സത്യമാണ്. അവിടെ ഒന്നും നിങ്ങളൊരു പീസും കൊടുത്താൽ കിട്ടുന്ന കാര്യങ്ങളല്ല. പീസ് കൊടുത്ത് കിട്ടുന്നതൊന്നും അതാകണമെന്നുമില്ല.
അത് സത്യമുള്ള കാര്യങ്ങൾ, അതൊക്കെ തനിയെ വന്നു ചേരേണ്ടതാണ്. നിങ്ങളുടെ കർമ്മം, പ്രവൃത്തി, മനഃശുദ്ധി ഇത് ശരിക്കും അതുണ്ടായി കഴിയുമ്പോൾ സത്യഗുരു നിങ്ങളുടെ മുന്നിൽ വരും. സത്യഗുരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല, അതാണ് സത്യഗുരു. അതായത് അദ്ദേഹത്തിന് നിങ്ങൾ പുകഴ്ത്തിയാലോ നിങ്ങളുടെ പൈസയുടെയോ നിങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ജീവിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ളതല്ല. സത്യഗുരു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല, എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന യോഗിവര്യന്മാർ, അങ്ങനെയുള്ള സത്യഗുരുക്കന്മാരുണ്ട്. അവർ നമുക്കൊരു വിദ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ സമയമാകുമ്പോൾ നമ്മുടെ മുന്നിൽ വരും. നമ്മളൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അന്വേഷിച്ച് പോയാൽ കിട്ടുന്നതൊന്നും അതായിരിക്കത്തില്ല, കിട്ടും, അതായിരിക്കൊന്നുമില്ല. അത് നമ്മളുടെ കർമ്മഗതി, നമ്മുടെ പുണ്യഭാവങ്ങൾ അനുസരിച്ചാണ്, കർമ്മഗതി അനുസരിച്ചാണ് യഥാർത്ഥ ഗുരുവും യഥാർത്ഥ വിദ്യയും വന്നു ചേർത്തുള്ളൂ. അത് അന്വേഷിച്ച് പോകേണ്ട, നമ്മളിലേക്ക് എത്തപ്പെടും. അതൊരു സത്യമാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതിനെ അന്വേഷിക്കുന്നവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, അവരുടെ ജീവിതം ആ വഴിക്ക് പോകും. അതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, ഭാര്യയോടുള്ള, മക്കളോടുള്ള, നിങ്ങളുടെ തൊഴിലിനോടുള്ള സത്യസന്ധമായിട്ട് ചെയ്യുക. ഏതിലും ആ സത്യം പുലർത്തുക. നിങ്ങളിലേക്ക് വരേണ്ടതെല്ലാം വന്നു ചേർന്നോളൂ. ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അമ്പലത്തിൽ പോകരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ അല്ല. നിങ്ങളിപ്പോൾ ഒരുപാട് ഈ വിദ്യകൾ അന്വേഷിച്ച് ഗുരുക്കന്മാരെ പുറകെ, അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥ ഗുരു നിങ്ങളുടെ കർമ്മം, കർമ്മഗതി, നിങ്ങളുടെ കർമ്മഗതിക്കനുസരിച്ച് സമയമാകുമ്പോൾ യഥാർത്ഥ ഗുരു നിങ്ങളുടെ മുന്നിൽ വരും. അല്ലെ നിങ്ങൾ അവിടെ എത്തപ്പെടും ഓട്ടോമാറ്റിക്കായിട്ട്. അത് അന്വേഷിക്കേണ്ട, ആ സമയത്ത് അത് സംഭവിക്കും. ആ ഗുരു നിങ്ങളുടെ മുന്നിലെത്തും. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം, നിങ്ങൾ യഥാർത്ഥ ഗുരു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എല്ലാം ആ പരമശിവനിൽ തന്നെ സമർപ്പിച്ച്, ഭഗവാന്റെ പൂർണ്ണമായിട്ട് മനസ്സ് സമർപ്പിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകട്ടെ. അപ്പം നിങ്ങളുടെ കർമ്മം ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യുക, ബാക്കിയെല്ലാം തനിയെ വന്നു ചേർന്നോളും. അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ ചെയ്തുകൊള്ളുക. പക്ഷെ ആവശ്യമില്ലാതെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിലോ അന്വേഷിക്കുന്നതിലോ സത്യാന്വേഷണം എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്നതിലോ ഒന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നൊക്കെ അതും ഇതൊക്കെ വായിച്ച് അതിൻ്റെ പുറകെ നടക്കുക ഒന്നുമല്ല. ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം, അവനവൻ്റെ കർമ്മം ചെയ്യണം. ബാക്കി കിട്ടേണ്ട വിദ്യകളൊക്കെ നമുക്ക് അർഹതയുണ്ടെങ്കിൽ, നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ, നമ്മൾക്ക് കർമ്മഗതി നമ്മളെ ശരിയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും. നമ്മുടെ മുന്നിൽ യഥാർത്ഥ ഗുരു വരും, സംശയം വേണ്ട. ഗുരു സത്യമാണ്, ഗുരു ബ്രഹ്മമാണ്, ഗുരു പരമേശ്വരനാണ്. ആ ഗുരുവിന് നമ്മളുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ആവശ്യമുള്ള ഒരു ഗുരുവിന് നിങ്ങൾക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റും? നിങ്ങളെപ്പോലെ ജീവിതചക്രത്തിൽ, കർമ്മചക്രത്തിൽ പെടുന്ന ഉഴലുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എന്തുമാത്രം ചെയ്തു തരാൻ പറ്റും? അത് നിങ്ങളെപ്പോലെ തന്നെ കർമ്മചക്രത്തിൽ പെട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ പെട്ട് ഒരു രീതിയല്ലേ മറ്റൊരു രീതി. നിങ്ങൾ കാണുന്നില്ലെന്ന് നിങ്ങൾ നമ്മളെക്കാട്ടും ബുദ്ധിമുട്ട് കാണും. അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കാട്ടും കഷ്ടമായിട്ടായിരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ഒരാൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് സത്യവിദ്യ പറഞ്ഞു തരാൻ പറ്റും? ഇപ്പോൾ ഹിമാലയത്തിലുള്ള യോഗികന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്നവരാണ്. അവർ സർവ്വസംഘ പരിത്യാഗികളായി ബ്രഹ്മത്തിൽ ലയിച്ചു നിൽക്കുന്നവരാണ്. അവർക്ക് നിങ്ങളുടെ പുകഴ്ത്തലിൻ്റെയോ നിങ്ങളുടെ പൈസയുടെയോ നിങ്ങളുടെ ഒന്നിൻ്റെ ആവശ്യമില്ല. അവർ തരുന്നത് നിങ്ങളത് മേടിച്ചോട്ടാൽ മതി. അതാണ് അവർ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് എല്ലാം പ്രപഞ്ചത്തിൽ ലയിപ്പിച്ച്, മനസ്സിൽ ലയിപ്പിച്ച്, യാതൊന്നിനോടും ആഗ്രഹമില്ലാതെ തപസ് ചെയ്യുന്ന മഹാഋഷീശ്വരന്മാർ, അല്ലെങ്കിൽ ശൈവസിദ്ധന്മാർ, ഋഷീശ്വരന്മാരൊക്കെ ഈ ഹിമാലയ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം ക്രിയാ ബാബാജിയെ പോലുള്ള ഋഷീശ്വരന്മാർ, അവർക്കൊന്നും നിങ്ങളുടെ യാതൊന്നിൻ്റെ ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലായോ? അല്ല നിങ്ങളുടെ പൈസ മേടിക്കുക, അതൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. അതിൽ അഹരി മഹേശ്വരന് ക്രിയായോഗം കൊടുത്തു. അത് ആ സമയമായപ്പോൾ ആ ഗുരു അദ്ദേഹത്തിലേക്ക് എത്തി. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു പരിപൂർണതയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഈശ്വരൻ എന്താണോ തന്നത്, കുടുംബമാണെങ്കിൽ കുടുംബം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, ജോലിയാണെങ്കിൽ ജോലി നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, അതിനോട് നീതി പുലർത്തുക. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ, പ്രാർത്ഥനകൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ മനഃശുദ്ധീകരണത്തിന് സഹായിക്കും, ഈശ്വരാനുഗ്രഹത്തിന് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടിക്കോളും വിദ്യകളൊക്കെ. അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ച് ഈ പുസ്തകം വായിച്ച് അവിടെ കേട്ട് ഇവിടെ കേട്ട് ഇങ്ങനെ അതിൻ്റെ ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് ലാസ്റ്റ് ഒന്നും അല്ലാതാകരുത്. ആവശ്യമുള്ള നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും, അതിൻ്റെ സംശയമൊന്നുമില്ല.
നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനാകുക, ഓരോ കാര്യം സത്യസന്ധമായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ കുടുംബം അല്ലെ തൊഴിൽ, അതിനോടൊക്കെ നീതി പുലർത്തുക, ബാക്കിയെല്ലാം വന്നു ചേർന്നോളൂ. എൻ്റെ അറിവും അഭിപ്രായങ്ങളും പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം. പിന്നെ നല്ല ഗുരുക്കന്മാരും ആചാര്യന്മാരും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അതിനെ നമുക്ക് ഫോളോ ചെയ്യാം. അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് നല്ല കാര്യങ്ങളെ നമുക്ക് സ്വീകരിച്ച് നമുക്ക് ഫോളോ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമല്ല. പക്ഷേ നിങ്ങൾ സത്യാന്വേഷി എന്ന നിലയിൽ നിങ്ങൾ ഉള്ള ആ സത്യത്തെ അന്വേഷിച്ച് പോകുമ്പോൾ ആ പരമമായ സത്യം, ആ ഗുരു നിങ്ങളിലേക്ക് തന്നെ വന്നു ചേർന്നോളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.